മഴ കനത്തുവെങ്കിലും ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. മൂന്നാർ യാത്രയിലെ പ്രധാന ആകർഷണമാണ് നേര്യമംഗലം വനമേഖലയിലെ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ. ഇങ്ങനെ കുലിസണിഞ്ഞ് നിൽപ്പാണ് കേട്ട കാണാം. മഴ ശക്തമായതോടെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളെല്ലാം പഴയ പ്രതാപം തിരികെ പിടിക്കുകയാണ്. അത് കാണാനായി ഇടുക്കിയുടെ കവാടമായ എനിക്ക് പിന്നിലുള്ള നേര്യമംഗലം പാലം കടക്കുന്നവരുടെ എണ്ണവും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അടിമാലി മുതൽ നേര്യമംഗലം വരെയുള്ള 30 കിലോമീറ്റർ ദൂരത്തിൽ ചെറുതും വലുതുമായ 10ഓളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. ചീയപ്പാറയും വാളറയും തന്നെയാണ് പ്രധാന ആകർഷണം. തട്ടുകളായി വെള്ളം താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ മഴക്കാലം എത്തിയതോടെ ജലസമൃദ്ധമാണ്. ആദ്യമായി കാണുന്നവർക്ക് കൗതുകം, പിന്നെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കും. ഈ വെള്ളച്ചാട്ടം കാണുന്ന എല്ലാം മറന്നുള്ള ആസ്വാദനമാണ് തോന്നുന്നത്. നമുക്ക് പൊതുവേ അങ്ങനെയുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷനൊക്കെ മാറി വളരെ ഫ്രീ മൈൻഡാണ്, വളരെ സന്തോഷമാണ്. ദേവിയാർ പുഴയിൽ പ്രകൃതി തീർത്ത അത്ഭുതമാണ് വാളറ. ദേശീയപാതയിൽ അല്പം ദൂരത്തിലാണ് മഴക്കാലത്ത് സഞ്ചാരികളുടെ മനം കവരുന്ന വാളറ വെള്ളച്ചാട്ടമുള്ളത്. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഈ പ്രദേശത്തെ ഈ ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് കണ്ടാസ്വദിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. വാളറ വെള്ളച്ചാട്ടം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായി കാണുന്നതിനുള്ള ഭാഗ്യം സിദ്ധിച്ചു. മഴ ശക്തമായതോടെ ഇനിയും ജലസമൃദ്ധമാകും നേര്യമംഗലം വനമേഖല. ഈ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് നേര്യമംഗലം വനമേഖലയിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രശ്നവും താൽക്കാലികമായെങ്കിലും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരീരത്തിനും മനസ്സിലും കുളിർമ നൽകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഈ മഴക്കാലം നിങ്ങൾക്കായി കാത്തുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. രാഹുൽ സുരേഷിന്റെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഇടുക്കിയിലേക്കൊന്ന് പോകണമെന്നും മൂന്നാറിലേക്ക് പോകണമെന്നും ഈ വെള്ളച്ചാട്ടങ്ങൾ അടുത്തുപോയി ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീഴുന്ന ജലകണികകൾ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം ഒന്ന് സ്വന്തമാക്കണമെന്നും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിച്ചില്ലേ? ഞാനും അത് ആലോചിച്ചത്. ഒന്ന് പോകണം, ഒന്ന് കാണണം, കാഴ്ചകളൊന്ന് അനുഭവിക്കണം. ഈ തിരക്കിനിടയിൽ അതിനൊക്കെയുള്ള സമയം കിട്ടണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പക്ഷേ പോകുമ്പോൾ സുരക്ഷിതമായി പോവുക. മലയോര മേഖലയാണ്, അവിടെ ഇന്നും ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കിയിലുള്ളതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ നിംബസ് ക്ലൗഡ്സ് ആണ് ഇപ്പോൾ വലിയ രീതിയിൽ മഴ പെയ്യിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.